ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം കേവലം നാം പറയുന്ന ഭൗതിക വിജയമല്ല, നമ്മുടെ വ്യക്തിപരമായ വിജയമല്ലത്. നാം ഇരിക്കുന്ന പ്രകൃതിയുടെ, സമൂഹത്തിൻ്റെ, ചുറ്റുപാടിൻ്റെ, കുടുംബത്തിൻ്റെ, വരുന്ന തലമുറയുടെ മൊത്തം വിജയത്തിലേക്ക് നാം എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം വിജയം എന്നത് സ്വാർത്ഥനിഷ്ഠമാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്നത്, ഞാൻ പരീക്ഷ പാസ്സായി, എനിക്ക് ജോലി കിട്ടി, എനിക്ക് ശമ്പളം കിട്ടി, എനിക്കത് കിട്ടി, എനിക്ക് ഞാൻ വീട്, എനിക്ക് എല്ലാം എനിക്കാണ്. ഇവിടെ എനിക്കെന്ന് പറയുമ്പോഴും, എൻ്റേതെന്ന് പറയുമ്പോഴും അതിൽ പ്രകൃതി ഉൾപ്പെടുന്നു, സമൂഹം ഉൾപ്പെടുന്നു, കുടുംബം ഉൾപ്പെടുന്നു, എൻ്റെ തലമുറകൾ ഉൾപ്പെടുന്നു. ആ ഒരു വിശാല വിജയം വേണോ നമുക്ക് എങ്കിൽ അതാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന വിജയം. ഇവിടെ അർജുനൻ്റെ വിജയം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ വിജയം. അപ്പം ആ തരത്തിൽ മൊത്തം എല്ലാവരെയും ഉയർത്തുന്ന ഒരു വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ചില ഉത്തരവാദിത്വങ്ങൾ, ചില കടമകൾ, ധർമ്മം നാം കൃത്യമായി പാലിച്ചേ പറ്റുള്ളൂ. അതിന് ചില നിശ്ചയദാർഢ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം, ദൃഢനിശ്ചയമുണ്ടാവണം. അപ്പം അതിലേക്കാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ നയിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നാം ചില കാര്യങ്ങൾ, എങ്കിലും അത് മുഴുവൻ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നോക്കാം. 12ാമത് ശ്ലോകം 3ാം അധ്യായത്തിൽ, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താനപ്രദായേഭ്യ യോ ഭുങ്ക്തേസ്തേന ഏവ സാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ശ്ലോകത്തെ കുറേ കാണുകയുണ്ടായി. പറയുന്നു, നമുക്ക് കിട്ടിയിരിക്കുന്ന പല സുഖ സൗകര്യങ്ങളെയും ഭോഗങ്ങളെയും ആരാണോ സ്വയം ഭുങ്ക്തേ അനുഭവിക്കുന്നത്, സസ്തേന ഏവ അവനാകുന്നു കള്ളൻ. അതായത് പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത, ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കാത്ത ആ തരത്തിലുള്ളൊരു മനസ്സുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്നു. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ചിന്തനമുണ്ട്. നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണം, മറ്റുള്ളവന് വേണ്ടതെന്താണോ നിൻ്റെ അയൽക്കാരന് കൊടുക്കുന്നവനാണ് ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ടവൻ. പാപം ചെയ്യാത്തവർ കല്ലെറിയുക എന്നൊക്കെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അപ്പം മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടുന്നത് പങ്കുവയ്ക്കാനുള്ളൊരു വിശാല ഹൃദയം ഉള്ളിടത്താണ് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് തൻ്റെ കയ്യിലുള്ളത് പങ്കുവെച്ചതിന് ശേഷം മാത്രമേ ഹജ്ജ് കർമ്മത്തിന് പോയിട്ട് കാര്യമുള്ളൂ എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അപ്പം ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു വിശാലത മനുഷ്യർക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കൃഷ്ണൻ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വ തലത്തിലാണ് നമ്മളോട് പറയുന്നത്. അതായത് ഈ പ്രകൃതി നമുക്ക് വേണ്ടത് തരുമ്പോൾ ആ പ്രകൃതിയെ അതുപോലെ നമ്മൾ സുരക്ഷിതമാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഈ പ്രകൃതി പാവം, അതിന് രോഗങ്ങൾ വരും. മനുഷ്യന് രോഗങ്ങൾ വരുന്ന പോലെ പ്രകൃതിക്ക് വരുന്ന രോഗങ്ങളെയാണ് നാം ഇന്ന് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷം പൊല്യൂഷനാവുന്നു, വെള്ളം, ഭൂമി, ഇതെല്ലാം പലതരത്തിലുള്ള പൊല്യൂഷൻ കൊണ്ട്, പോയിസൺ കൊണ്ട് മാലിന്യപ്പെടുമ്പോൾ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. കാരണം പ്രകൃതിയുടെ താളം തെറ്റിയാൽ നമ്മുടെ ജീവിത താളം തെറ്റും, നമ്മുടെ ആരോഗ്യ താളം തെറ്റും. ഇന്ന് അതുകൊണ്ടാണ് ലോകം മുഴുവൻ വൈറസുകളുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും കുറയുകയല്ല, കൂടുകയാണ്. പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ് പുതിയതായി കണ്ടുപിടിക്കുന്നത്. ഹാർട്ട് രോഗികളുടെ എണ്ണം കൂടുകയാണ്, എല്ലാം കൂടി വരികയാണ്. പണ്ടൊരച്ഛൻ പറഞ്ഞ പോലെയാണ്, അച്ഛനിങ്ങനെ ബഡ്ജറ്റ് വന്ന അന്നത്തെ ദിവസം പത്രം വായിക്കുകയാണ്. പറഞ്ഞു, ഈ തള്ളയും മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് എനിക്കറിയില്ല. പഞ്ചസാരയ്ക്ക് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു, അതിന് കൂടുന്നു,
എല്ലാം ഇത്ര കൂടി എന്നും പറഞ്ഞ് എനിക്ക് എങ്ങനെ ഈ ചിലവൊക്കെ താങ്ങി കുടുംബം കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് ആക്രോശിക്കുമ്പോഴാണ് അകത്തിരുന്ന് മകൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ രാവിലെ തന്നെ അലറാതെ എല്ലാം കൂടുന്നു എന്നും പറയരുത്, ചിലതൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ എന്താടാ കുറയുന്നത് പറഞ്ഞ, അച്ഛൻ കഴിഞ്ഞ എൻ്റെ പ്രോഗ്രസ് മാർക്കൊക്കെ കണ്ടില്ലേ, 2 പ്രാവശ്യം കുറഞ്ഞിട്ടല്ലേ വന്നത്, ഇത് മാത്രമല്ലേ കൂടിയിട്ടുള്ളൂ, അതെന്താ അച്ഛൻ കുറഞ്ഞത് കാണാത്തതെന്ന്. അതും കൂടി കണ്ടാൽ പോരെ ആ മനുഷ്യൻ്റെ BP കൂടാൻ. ഇതാണ്. ഇതുപോലെ നമ്മൾ ഭൂമിയുടെ താളം കേടുവരുത്തിയിട്ട് ആരോഗ്യം നിലനിർത്തുക എന്നത് വെറും സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഭൂമിയെ സുരക്ഷിതമാക്കുക എന്നൊരു ഉത്തരവാദിത്വത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, കടമയിലേക്ക് നാം വന്നേ പറ്റുള്ളൂ. പശു സംരക്ഷണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് പറയുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഭൂമിക്ക് വേണ്ടി പശുവിനെ സംരക്ഷിക്കൂ, ഭൂമിക്ക് വേണ്ടി, ഈ ഭൂമി നശിക്കാതിരിക്കാൻ. അതുപോലെ ഭൂമിയിലെ ഫാക്ടറികളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിന്ന് പുറത്തു വരുന്ന പൊല്യൂഷൻ ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, ആ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രകൃതിക്ക് എങ്ങനെ നിലനിൽപ്പ് കൊടുക്കാൻ പറ്റും? അതിന് പറ്റുന്ന മരങ്ങളും. ഇപ്പോൾ ഒരു ഫാക്ടറിക്ക് ചുറ്റും 10 ആൽവൃക്ഷം കുഴിച്ചിടാൻ ആ കമ്പനികളോട് പറയണം. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരണം. ഒരു വീട് വെക്കുന്നുവെങ്കിൽ അവർ 10 മരം, എവിടെയെങ്കിലും അവർക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലാറ്റ് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ വേണ്ട, പുറമ്പോക്കിൽ പോയി അവർ കുഴിച്ചിടണം, എങ്കിലേ ലൈസൻസ് കൊടുക്കുള്ളൂ എന്ന് പറയണം. ആ രീതിയിലൊക്കെ ഉള്ള ഒരു ചില നിയമങ്ങൾ വന്നാൽ ഇവിടെ ഭൂമി സംരക്ഷിക്കപ്പെടും. വെള്ളത്തിലേക്ക് എന്തെങ്കിലും വലിച്ചെറിയുന്നവനെ കഠിന ശിക്ഷ, അവർക്കാണ് ജീവപര്യന്ത ശിക്ഷ കൊടുക്കും. കാരണം അവൻ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ എത്രയോ പേരെ രോഗികളാക്കിയാണ്. മാരക രോഗം വിതയ്ക്കുന്നത് ഇവരാണ്. കഴിച്ച ചിക്കൻ്റെ ബാക്കി പ്ലാസ്റ്റിക് കൂട്ടിലാക്കി വെള്ളത്തിൽ കൊണ്ട് വലിച്ചെറിയുന്നവനെ പോലെ ക്രൂരൻ വേറെയില്ല. അവർക്കാണ് കഠിന ശിക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്കതിനുള്ള സംവിധാനം ഒരുക്കണം. ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല എങ്കിൽ അവനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അവനെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ രീതിയിൽ എല്ലാം ഒരു പെർഫെക്റ്റ്ലി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഇത് തന്നെയാണ് ഈശ്വര പൂജ എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സ്വന്തം സുഖവും ഭോഗവും മാത്രം ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്നവൻ പെരും കള്ളനാണ്. കാരണം എന്തുകൊണ്ടാണ് കള്ളൻ എന്ന് വിളിച്ചത്? അവനെ കള്ളൻ എന്ന് പറയുന്നത് പൊതുവേ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണ്. അതായത് അന്യൻ്റെ മുതൽ അപഹരിക്കുക. അവനെ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. കുറേ കഴിഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും. ഇതുപോലെ ഈ പ്രകൃതി ഇവനെ ഒറ്റപ്പെടുത്തും, ഇവൻ രോഗിയാവും, ഇവൻ എന്തായാലും ജീവിതം തകർക്കും. പക്ഷേ ഇവിടെ ഒരാളല്ല രോഗിയാവുന്നത്, അനവധി ആളുകളാണ്. ഒരാളിൽ നിന്നും വൈറസ് അനവധി ആളുകളിലേക്ക് പോകുന്ന പോലെ ഒരുത്തൻ പ്രകൃതിയെ നശിപ്പിച്ചാൽ അതിലൂടെയുള്ള ദുരന്തം അനവധി പേർക്കായിരിക്കും. ഒരു ബോംബിട്ടാൽ പോരെ എത്രയോ ആളുകൾ. ഇന്നും നോക്ക്, ഹിരോഷിമ നാഗസാക്കിയിൽ ജനിക്കുന്ന കുട്ടികൾ അന്തരാണ്. ഇന്നും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്നിട്ട് എത്ര കാലമായി? ഇന്നും അവിടെ പല വികൃതങ്ങളായ കുട്ടികളുടെ രൂപങ്ങളാണ് വരുന്നത്, വയറ് വീർത്തിട്ട് വരുന്ന കുട്ടികൾ. ഞാൻ ഭോപ്പാലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഡോക്ടർ പറയാണ്, വല്ലാത്തൊരു സങ്കട അവസ്ഥയാണ്. കുട്ടികൾ അയാൾ കഷ്ടകാലത്തിന് അയാൾ പറയാ, എനിക്ക് ഗൈനക്കോളജിയിൽ എന്നും, അയാൾ അനസ്തീഷ്യയാണ് ഈ ഡോക്ടർ, അവിടെ എനിക്കധികം വർക്ക് അയാൾക്ക് കണ്ടാൽ തന്നെ വിഷമം തോന്നും. ആ ഗ്യാസ് ട്രാജഡിക്ക് ശേഷം ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷണം കുട്ടികളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനിയുള്ള വിദ്യാർത്ഥികളെങ്കിലും ആ ബോധത്തിൽ വളരുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നാം കള്ളന്മാരാവും എന്ന് പറഞ്ഞാൽ നാം എടുത്തിട്ട് വേണ്ടത് കൊടുക്കാതിരുന്നാൽ നാം ആയിരിക്കും ഇതിൻ്റെ എല്ലാം നിലനിൽപ്പ് ഇല്ലാതെയാക്കുന്നത്. അപ്പം ഇത് പ്രകൃതിയുടെ കാര്യം. ഇനി രണ്ടാമത്തത് സമൂഹം. എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, നാം അനുഭവിക്കുന്ന സമ്പത്ത് നാം പണിയെടുത്തുണ്ടാക്കിയതാവാം. പക്ഷേ ഈ സമ്പത്ത് നമുക്ക് കിട്ടാൻ, നമ്മുടെ കയ്യിലേക്ക് പണം വരാൻ വേറെയും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പലരുടെയും അധ്വാനം കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരു പണം കിട്ടുന്നത്. അതുകൊണ്ട് ആ പണത്തിൻ്റെ ഒരംശമെങ്കിലും നാം സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായിട്ട് കൊടുക്കാൻ നമ്മൾ പരിശീലിക്കണം. കാരണം നാളെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 10 പേരുണ്ടാവണമെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ നാം കൂടെ നിൽക്കണം. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പരസ്പരം ഭാവയന്ത്.
രാമായണത്തിൽ പറയുന്ന പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ നമ്മൾ മറക്കരുത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ ഞാൻ അടിച്ചു പൊളിക്കും, ഞാൻ സുഖമായിട്ട് ജീവിക്കും. ഓക്കെ, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടി, ശമ്പളം കിട്ടി, നിങ്ങൾ ആർക്കോ വേണ്ടി ജോലി ചെയ്തു, ശരി. അവർക്ക് ഈ ശമ്പളം നിങ്ങൾക്ക് തരാൻ സാധിച്ചത് അവരുടെ ആ പ്രൊഡക്റ്റ് ആരൊക്കെയോ വാങ്ങിക്കുന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അവരുടെ സേവനം മറ്റുള്ളവരെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂ. ഇപ്പം നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് ആവശ്യമില്ലായിരിക്കുക, പിന്നെ നിങ്ങൾ ആവശ്യമില്ല. ഇപ്പം നിങ്ങളെ ആവശ്യമുള്ളവരാക്കി തീർക്കുന്നത് ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ ചില ആവശ്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ സ്ഥാപനത്തിന് നിറവേറ്റാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെ ആ സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ സാധനങ്ങളൊന്നും സൊസൈറ്റിക്ക് ആവശ്യമില്ല, നിങ്ങൾ ആവശ്യമില്ല. അപ്പോൾ ആ സൊസൈറ്റി നിലനിന്നാലല്ലേ നമ്മളും നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് സൊസൈറ്റിയിൽ എപ്പോഴും ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വേണം? ഇല്ലാത്തവന് എൻ്റെ പങ്കു കൊടുക്കണം. കഷ്ടപ്പെടുന്നവന്, ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ പറ്റാത്തവനല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അധ്വാനിക്കാൻ ആരോഗ്യപരമായി പറ്റാത്തവൻ. അധ്വാനിക്കാനുള്ള കഴിവുണ്ടായിട്ടും പാവപ്പെട്ടവനായി ജീവിക്കുന്നവൻ മഹാകള്ളനാണ്. അവനൊന്നും കൊടുക്കരുത്. അവൻ അധ്വാനിക്കാൻ തയ്യാറില്ലാത്തവനാണ്, പണിയെടുക്കാൻ തയ്യാറില്ലാത്തവനാണ്. അപ്പം പണിയെടുക്കാൻ കഴിവുണ്ടായിട്ട് പണിക്ക് പോവാത്തവനല്ല വേണ്ടത്. അല്ലാത്ത ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നം, പ്രത്യേകിച്ച് വാർദ്ധക്യം ബാധിച്ചവർ, അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് ഉള്ളതിനെ കുറച്ചെങ്കിലും പങ്കുവയ്ക്കാനുള്ളൊരു മഹാമനസ്കത മനുഷ്യർക്കുണ്ടെങ്കിൽ അവിടെയാണ് മനുഷ്യൻ വളരെ വിശാല ഹൃദയമുള്ള ആളാവുന്നത്. കാരണം താൻ നല്ലൊരു മനസ്സുള്ള ഉടമയായാൽ തൻ്റെ കുട്ടികളും അതിലൂടെ തന്നെ പോവും. ഒന്ന് ആലോചിച്ച് നോക്കും, എന്തൊരു സുഖമുണ്ട് അത്തരം കാര്യങ്ങളിൽ. ഒരു സാമൂഹ്യ സേവനം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഒരു സോഷ്യൽ സർവീസ് എന്നുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് വരണം, സോഷ്യൽ സർവീസ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാഗമാക്കിയിട്ടില്ല യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്. അവരെന്തോ പുസ്തകം പഠിക്കണമെന്നല്ലാതെ ജീവിതം പഠിക്കുന്നില്ല. യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ്. അപ്പം പ്രായമുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക, അതുപോലെ തന്നെ ഓർഫനേജുകളിൽ പോവുക, അങ്ങനെ ഇല്ലാത്തവരെ കാണാനും ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ ഉള്ളൊരു വിശാല മനസ്കത ഉണ്ടെങ്കിൽ ദൂർത്തടിക്കാനുള്ള പ്രവണത വളരെ കുറയും. കാരണം ഇല്ലാത്തവരുണ്ട് ഈ ലോകത്തിൽ. ശ്രീബുദ്ധനെ പരിവർത്തനം വരുത്തിയത് അങ്ങനെയാണ്. ഇല്ലാത്ത ദാരിദ്ര്യമുള്ള, ദുരിതമനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ മാത്രം സുഖമനുഭവിക്കുക, എന്തർത്ഥമുണ്ട്, ഇറങ്ങിപ്പോന്നു കൊട്ടാരത്തിൽ നിന്ന്. അങ്ങനെ ഒരു സംസ്കൃതി തന്നെ അദ്ദേഹം പുതിയതായി ഡെവലപ്പ് ചെയ്തു. ബുദ്ധ സംസ്കാരം അങ്ങനെ രൂപപ്പെട്ടു. ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലുത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ വിശാലതയാണ്. ധർമ്മം ശരണം ഗച്ഛാമി, ആ ധർമ്മത്തെ നിലനിർത്തലാണ് ശ്രീബുദ്ധൻ്റെ ഒരു വലിയ മനസ്സ്. ഇതുപോലെയായിരുന്നു എല്ലാ മഹാത്മാക്കളും. എല്ലാവരുടെ മനസ്സും വിശാല ഹൃദയമുള്ളത് കൊണ്ടാണ് ഈ ലോകത്തെ സേവിക്കാൻ അവർക്ക് സാധിച്ചത്. അപ്പം അതുകൊണ്ട് കുട്ടികളിൽ ആ സാമൂഹിക ബോധം വേണം. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നാം സമൂഹത്തെ സഹായിക്കുമ്പോഴാണ് നമുക്ക് വേണ്ട സമയത്ത് സമൂഹത്തിൽ നിന്നും സഹായം കിട്ടുന്നത്. ഇന്ന് നോക്കൂ, റോട്ടിൽ ആക്സിഡൻറ്റ് പിടിച്ച് വീണാൽ പോലും ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല പലരും. എന്തുകൊണ്ടാണത്? കാരണം സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ സ്വാർത്ഥത. നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ച ഏറ്റവും നികൃഷ്ടമായൊരു സംസ്കാരമാണ് സ്വാർത്ഥത. നീ നിൻ്റെ സുഖത്തിന് വേണ്ടി പഠിക്കണോ, നീ നിൻ്റെ ലാഭത്തിന് വേണ്ടി പഠിക്കണോ, നീ നിൻ്റെ വിജയത്തിന് വേണ്ടി പഠിക്കണോ. എല്ലാവരുടെയും വിജയത്തിനാണ് നീ പഠിക്കുന്നത്, എല്ലാവരുടെയും ലാഭം, എല്ലാവരുടെയും ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ആ എല്ലാവരും എന്നുള്ളൊരു ഭാവന കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ കള്ളനാണ്. ഇപ്പം സമൂഹത്തിന് വേണ്ടത് സമൂഹത്തിന് കൊടുക്കാനുള്ള വിശാലത. അപ്പോൾ ആ സമൂഹത്തിൽ ഇല്ലാത്തവർ, അവരുടെ ദുരിതങ്ങൾ കാണാൻ, അവരെ സഹായിക്കാൻ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ അവിടെയാണ് അവർ വലിയ മനുഷ്യരായിട്ട് മാറുന്നത്. മൂന്നാമത്തത് കുടുംബം. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടത്, അതും ഇന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആളുകളോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത്. ഇന്ന് സത്യം പറഞ്ഞാൽ പലർക്കും കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. തുറന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവില്ല. ഇനി ഉള്ളത് പറഞ്ഞാൽ തന്നെ അത് ആത്മാർത്ഥതയില്ല. അപ്പം തുറന്ന് സംസാരിക്കുക എന്ന് മാത്രമല്ല, സഹായിക്കുക. അപ്പോൾ വീട്ടിലുള്ളവർക്ക് വേണ്ടത് നല്ല വാക്കുകളാണ്. മറ്റൊരാൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുള്ള വാക്കുകളാണ്.
താൻ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയുള്ളൊരു സഹായമാണ് താൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റുള്ളവർ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം സഹായം ചെയ്യാനും നല്ല പ്രചോദന വാക്കുകൾ പറയാനും പരിശീലനം. അപ്പോഴാണ് ഒരാൾ വെക്കുന്നത്, അയാൾ പങ്കാളിയാവുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്ത് തോളിൽ കൈവച്ചുകൊണ്ട് ഫാമിലി ഫോട്ടോ ഇട്ടതുകൊണ്ട് കാര്യമില്ല. ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ പ്രചോദനം കൊടുക്കുക, അല്ലാതെ ഒരാളെ എപ്പോഴും താഴ്ത്തി തകർക്കുന്ന ഒരാളല്ല. ഇന്ന് പല കുടുംബജീവിതത്തിലും താളം തെറ്റുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ തന്നെക്കൊണ്ട് സഹായം എന്തൊക്കെയാണ് ആവശ്യം കണ്ടറിഞ്ഞ്, ഒരു ഭാര്യ എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ, അതൊരു സ്ത്രീ രൂപത്തിൽ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ ഹാർട്ടും കിഡ്നിയും ഒക്കെ ഉള്ളൊരു മനുഷ്യരൂപം തന്നെയാണത്. നമ്മൾ സ്ത്രീയുടെ ശരീരം നമ്മുടെ ശരീരം തമ്മിൽ അതിലൊരു മാതൃരൂപങ്ങൾ വേറെ ഉണ്ട്. ഒരു കുട്ടിക്ക് വേണ്ടുന്ന മുലപ്പാൽ കൊടുക്കാനും അതുപോലെ തന്നെ ഗർഭം ധരിക്കാനൊക്കെ ഉള്ളൊരു സാധനം അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ മനുഷ്യൻ്റെ ശരീരം തന്നെയല്ലേ. ഹാർട്ടും കിഡ്നിയും ലിവറും ലങ്സും എല്ലാം അത് തന്നെ. എന്ത് വ്യത്യാസമുണ്ട്? അപ്പം ആ രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കണം. എന്നെപ്പോലൊരു മനുഷ്യനാണ്, എനിക്കുള്ള വികാരങ്ങളൊക്കെ അവർക്കും ഉണ്ട്. ഇനി അവർക്കും ജീവിതത്തിൽ തളർച്ചയും എന്താ പറയുക വിഷമങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ കൈപിടിച്ചുയർത്തണം, ഞാൻ അവരെ സഹായിക്കണം. ഈ തരത്തിലുള്ളൊരു വിശാലത മനുഷ്യ മനസ്സിൽ വരുമ്പോഴാണ് യഥാർത്ഥ കുടുംബ പങ്കാളിയെത്തിരുന്നത്. അപ്പോൾ കൊടുക്കാതെ അങ്ങനെയുള്ള ഒരു വാക്കുകളും പ്രവൃത്തിയും ചെയ്യാത്തവരെ കള്ളെന്നല്ലേ വിളിക്കുന്നത്. ഭാര്യയെല്ലാം ഒരുക്കി തരിക. പണ്ടത്തെ കുറേ മുരട്ട എന്താ പറയുക ഹിന്ദു മതത്തിൽ കാണാം കുറേ ആളുകളുണ്ട്, സ്ത്രീകളെ കൊണ്ട് എല്ലാം പണിയെടുപ്പിച്ച് സുഖമായ ഭക്ഷണവും കഴിച്ചിട്ട് അങ്ങനെ മുറിക്കകത്തിരിക്കുന്ന മഹാപോട്ടന്മാർ, ഒരു തരത്തിലൊരു ഹെൽപ്പും ചെയ്യാത്ത തിന്ന് സുഖിക്കുന്ന ആളുകൾ. വാസ്തവത്തിൽ ആ സ്ത്രീകളെയൊക്കെയാണ് ആദ്യം ചീത്ത വിളിക്കേണ്ടത്. കാരണം ചുരുട്ടി കൂട്ടി വലിച്ചു എറിയണവരൊക്കെ അവരെയൊക്കെയാണ് പുറംകാല് കൊണ്ട് ചവിട്ടി പുറത്താക്കേണ്ടത്. കാരണം അവർക്കൊന്നും യോഗ്യതയില്ല ആണെന്ന് പറഞ്ഞു നടക്കാൻ. അപ്പം അതുകൊണ്ട് ആ സേവനഭാവം, സഹായിക്കുന്ന മനസ്സ്, ഒരാളെ പ്രചോദനം കൊടുക്കുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. ഒരുപക്ഷെ മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. അപ്പം അച്ഛനമ്മമാർ ആ രീതിയിൽ വളർത്തിയെടുക്കണം. പൊതുവേ ഒരു തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അവർ എങ്ങനെ ഇടപഴകുന്നു എന്നത് അവരുടെ അച്ഛനമ്മമാരുടെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലൂടെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതിൻ്റെ ഒരു കഥയാണ്. ഒരു അച്ഛനമ്മമാരുടെ മകള് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് മകളുടെ കല്യാണം കഴിഞ്ഞ് ആ ഭർത്താവ് വളരെ ഹെൽപ്ഫുള്ളാണ്, എപ്പോഴും ഇവരുടെ മകളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ വീട്ടിലെ അച്ഛനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മകൾ? ഓ, എന്തൊരു ഭാഗ്യമാണ് സ്വാമി അവൾക്ക് കിട്ടിയത്, നല്ലൊരു മരുമകൻ, എന്ത് സഹായം വേണോ അയാൾ കൂടെയുണ്ട് എന്നാണ്. ഒന്ന് തുണി കഴുകാൻ വേണ്ടിയിട്ട് അവൾ ഒന്ന് മിഷനിൽ തുണി ഇടാൻ വേണ്ടി എടുത്തു വെച്ചാൽ മതി, അപ്പോഴേക്കും അവൻ അതൊക്കെ മിഷനിലിട്ടു, അതിന് വേണ്ട സാധനം ഇട്ടു. പിന്നെ അത് കഴിഞ്ഞാൽ അതൊന്ന് അവൾ തിരിച്ച് ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചാൽ അവനൊക്കെ വേണ്ട പോലെ തോരിയിട്ടു. ഇനി അത് കഴിഞ്ഞാൽ അതൊക്കെ അവളൊന്ന് എടുത്ത് മടക്കി വെച്ച് അപ്പോഴേക്കും അവൻ അയൺ ചെയ്ത് വെച്ചു. ഈ രീതിയിലൊക്കെ ഉള്ള ഒരു വിശാല മനസ്സ്. അടുക്കളയിലാണെങ്കിൽ പച്ചക്കറി നുറുക്കാനും പാത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും എല്ലാറ്റിനും വളരെ വളരെ ഒരു ഹെൽപ്ഫുൾ. ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ മകൻ കല്യാണം കഴിച്ചു. അങ്ങനെ മകൻ കല്യാണം കഴിച്ചു, മരുമകൾ വീട്ടിലെത്തി. അപ്പം ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മകൻ ഇങ്ങനെ അവളെന്ന് സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുമ്പം അമ്മ, നാണല്ലേടാ നിനക്ക് അവളുടെ പിന്നാലെ നടക്കാൻ, നാണല്ലേടാ നിനക്ക് നടക്കാൻ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ അമ്മ പറയും, നീ നിൻ്റെ പണി നോക്ക്, അത് പെണ്ണുങ്ങൾ ചെയ്തോളൂ, നീ നിൻ്റെ പണി നോക്ക്. ആ രീതിയിലൊരു മകനെ വളർത്തിയെടുത്താൽ പിന്നെ ആ കുടുംബത്തിൽ അവൻ എന്താ കരുതുക, ഈ പണികളൊക്കെ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണെന്നാണ്. അപ്പോൾ ഒരു തരത്തിലുണ്ടല്ലോ കുറേയൊക്കെ കുട്ടികളെ വഷളാക്കുന്നതിൽ ഈ അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് അതിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ടെന്ന് എടുത്തു പറയാതെ നിവൃത്തിയില്ല. കുറേ കുടുംബജീവിതം തകർക്കുന്നത് അമ്മമാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, ഒരു പ്രായമായാൽ 60 വയസ്സ് മക്കളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ ദയവ് വിചാരിച്ച് ഭാഗവതം പഠിക്കാൻ വേണം, കുടുംബത്തിലധികം നിൽക്കരുത്. കാരണം നിങ്ങളാണ് ആ വീടിൻ്റെ പിന്നെ ഒരു പ്രശ്നം. നിങ്ങൾ ദയവ് വിചാരിച്ച് നാരായണീയം ക്ലാസ്സിനും ഭാഗവതം ക്ലാസ്സിനും പോവുക, കുടുംബകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മക്കളെങ്ങനെ വെച്ചാൽ വളരട്ടെ. അതുകൊണ്ടാണ് ഒരെണ്ണം നിങ്ങളെ കൂടെ കൂട്ടാത്തത്. വളരെ കുറച്ച് കുട്ടികളെ അച്ഛനമ്മമാരെ കൂടെ കൂട്ടുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ വെറുതെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടും. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാ ജീവിക്കട്ടെ. നിങ്ങൾ നാരായണിയോ ഭാഗവതോ വായിച്ചിരിക്കൂ. അവർ പാത്രം കഴുകുന്നതിൽ അയാൾ സഹായിക്കുക. വാട്ട് ഈസ് യുവർ ബിസിനസ്? എന്തിനായാലും പോയി ഇടപെടണം? അപ്പോൾ വെറുതെ കുടുംബങ്ങളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേ വൃത്തികെട്ട സംസ്കാരമുള്ള അതിലമ്മമാരെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളെ വെറുതെയല്ല മക്കൾ ചുരുട്ടിക്കൂട്ടി ഗുരുവായൂർ അവിടെയും കൊണ്ട് നടതള്ളുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അതിൽ പിന്നെ നിങ്ങൾ ഇടപെടരുത്. ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. അവർ ജീവിക്കട്ടെ. അവർ ഒരു സഹായം ചെയ്യാത്ത മകനാണെങ്കിൽ അവനോട് ചെയ്യാൻ തന്നെ പറയണം. കാരണം ഒരു പെൺകുട്ടിയാണെങ്കിലും അവളൊരു മനുഷ്യനാണ്, അവൾക്കും മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാത്തവൻ, ആ ഉത്തരവാദിത്വം കാണിക്കാത്തവൻ, മറ്റൊരാളിൽ നിന്ന് സേവനം സ്വീകരിച്ച് തിരിച്ചു കൊടുക്കാത്തവൻ സ്തേന ഏവ, അവൻ കള്ളനാകുന്നു. അപ്പം നോക്കൂ, നിങ്ങൾ പ്രകൃതിയുടെ തലത്തിൽ, സാമൂഹ്യ തലത്തിൽ, കുടുംബതലത്തിൽ നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നാം തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ നാം കള്ളന്മാരാകുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ എത്രമാത്രം ഒരു വിശാലതയുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. കാരണം നാം എത്രമാത്രം കൊടുക്കുന്നുവോ അതിൽ നിന്ന് നമുക്കെന്താ കിട്ടുന്നത്? അതിനൊരു മഹത്വമുണ്ട്. ആരാണോ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്നത്, ആത്മാർത്ഥതയോടെ നിങ്ങൾ ഒരാളെ ജീവിതത്തിൽ നല്ല വാക്കുകൊണ്ട് പ്രചോദനം കൊടുക്കുന്നത്, തീർച്ചയായിട്ടും അതിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, വേറെ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു സംതൃപ്തി, നമ്മുടെ ഒരു കൃതാർത്ഥത, അതാണ് നമുക്ക് വേണ്ടതെങ്കിൽ കൊടുത്ത് പരിശീലിക്കണം, സേവനം ചെയ്ത് പരിശീലിക്കണം, പ്രചോദനം പറഞ്ഞ് പരിശീലിക്കണം. അതിന് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല, ഇനിയും ഈ ഒരു ശ്ലോകത്തിന് വ്യാഖ്യാനമുണ്ട്. അതെന്താണത്? കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.